സമ്മറിൻ ബദലയം വീണ്ടും എത്തിയിരിക്കുകയാണല്ലോ. ഇന്നും ആ സിനിമ ടി വിയിൽ വരുമ്പോൾ ആമിയും രവിശങ്കറും ഡെന്നീസും നിരഞ്ജനും കസിൻസും ബദലഹവും ഒക്കെ ആദ്യം കണ്ട അതേ ഫ്രഷ്നെസ് തന്നെ നൽകുന്നുണ്ടല്ലേ. അങ്ങനെ ഫ്രഷ്നെസ് നൽകുന്നതിൻ്റെ കാരണങ്ങളിലൊന്ന് അതിലെ കോസ്റ്റ്യൂം ആൻഡ് മേക്കപ്പ് ഡിപ്പാർട്ട്മെൻറ്റ് എഫേർട്ട് കൂടെയാണ്. അതിലെ ഓരോ കഥാപാത്രത്തിൻ്റെ കോസ്റ്റ്യൂം വ്യത്യസ്തമാണെങ്കിലും മഞ്ജു വാര്യരുടെ കോസ്റ്റ്യൂം റിമാർക്കബിൾ ആണല്ലേ. കോസ്റ്റ്യൂം മാത്രമല്ല, മേക്കപ്പും, എസ്പെഷ്യലി ആ ഹെയർ സ്റ്റൈലൊക്കെ. പക്ഷേ ഇന്നും ജെൻസിക്ക് അടക്കം റിലേറ്റബിൾ ആണ്. അത് തന്നെയാണ് ആ കോസ്റ്റ്യൂമിൻ്റെ പ്രത്യേകതയും. ഈ വരുന്ന കക്ഷിയാളെ ചില്ലറക്കാരിയല്ലെന്ന് തോന്നുന്നു എന്ന് ഡെന്നീസിന്റെ ഡയലോഗും അവളോ ഇന്റർനാഷണൽ കുഴപ്പക്കാരിയല്ല എന്ന രവിയുടെ മറുപടിയും ഒരു 1.5 മാസ് എൻട്രി പ്രതീക്ഷിച്ചിരിക്കുന്നിടത്ത് ആമിയുടെ ഒരു ഡൾ എൻട്രിയാണ്. ആ കഥയ്ക്ക് അനിവാര്യമായ എൻട്രിയിലും ബട്ട് ആ സ്റ്റൈൽ അങ്ങനെ തന്നെ നിലനിർത്തി എന്നുള്ളതാണ്. വൈറ്റ് ടോപ്പിന് മുകളിലായി ഒരു ഓവർ സൈസ്ഡ് ആയിട്ടുള്ള സ്ട്രൈപ്ഡ് ഷർട്ടും ബോട്ടം ബ്ലൂ ഡെനിയം ജീൻസും കൂടെ വൈറ്റ് ഷൂസും. ഹെയർ സ്റ്റൈൽ പിന്നെ എപ്പിക്കാണല്ലോ. ചിത്രത്തിലുടനീളം ആ ബാങ്ക്സ് നൽകുന്നൊരു ഭംഗിയുണ്ട്. ഈ ഒരു സ്റ്റൈൽ ശരിക്കും അതിന് മുന്നേയുള്ള പല ചിത്രങ്ങളിലും അവതരിപ്പിച്ചിട്ടുണ്ടാവും. എന്ത് തന്നെയാണെങ്കിലും ജെൻസിയുടെ ഫേവറേറ്റ്സിൽ ഒന്ന് തന്നെയാണ് ഈ ഒരു കോസ്റ്റ്യൂം. നമുക്കൊരു ടാങ്ക് ടോപ്പും ഒരു ഓവർ സൈസ്ഡ് ഷർട്ടും അല്ലെങ്കിൽ ഒരു ഷ്രഗും ബോട്ടം വെയറിന് അതിനനുസരിച്ച് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തോളൂല്ലോ. ഏത് മൂഡിനും ഞങ്ങൾക്കത് ഓക്കെയാണ്. ചിത്രത്തിലുടനീളം പല രംഗങ്ങളിലായിട്ട് ഓവർ സൈസ്ഡ് ഷർട്ട്സ് ഉപയോഗിക്കുന്നുണ്ട്. ആദ്യ സീൻ ഒഴികെ പിന്നീട് അങ്ങോട്ട് വൈബ്രന്റ് കളേഴ്സ് ആണ് ഉപയോഗിക്കുന്നത്. അവിടെയാണ് കോസ്റ്റ്യൂം ബ്രില്യൻസ്. ആദ്യം ഒരു ഡൾ ഷെയ്ഡ് ഷർട്ടാണ് കഥാപാത്രത്തിന്റെ എൻട്രിയിൽ നൽകുന്നത്. കഥാപാത്രത്തിന്റെ ലെയേഴ്സ് കാണിക്കാനായി അല്ലെങ്കിൽ ആ ഒരു ഡെപ്ത് കാണിക്കാനായി, ക്യാരക്ടറിന്റെ ബോൾഡ് ആറ്റിറ്റ്യൂഡ് കാണിക്കുന്നതിനായി എല്ലാ ഷർട്ടിലും റോൾഡ് സ്ലീവ്സ് ആണ് നൽകുന്നത്. ആ ഒരു സ്റ്റൈലിന്റെ കൂടെ ജാക്കറ്റും ഷ്രഗും ഡിഫറെന്റ് ക്യാപ്സും ഒക്കെ വെയർ ചെയ്യുന്നുണ്ട്. ടീഷർട്ട്സും എസ്പെഷ്യലി ആക്സസറീസ് നന്നായിട്ട് പെയർ ചെയ്യുന്നുണ്ട്. ക്യാരക്ടറിന്റെ ലെയർ മാറുന്നതനുസരിച്ച് കോസ്റ്റ്യൂംസിലും നമുക്ക് ആ ഡിഫറൻസ് മനസ്സിലാവും. അതിലെ ഓരോ പാട്ടുകളും എവർഗ്രീൻ സോങ്സ് ആണല്ലോ. ചൂളമടിച്ച് ഇറങ്ങി നടക്കണം എന്ന പാട്ടിൽ ഡ്രസ്സസ് ആൻഡ് ഫ്രോക്സ് ആണ് കൂടുതലായിട്ടും വെയർ ചെയ്യുന്നത്. കൂടെ ഹാറ്റ്സ് വെയർ ചെയ്യുമ്പോൾ പ്രത്യേക ഒരു രസമായിരുന്നല്ലോ. പക്ഷെ നമ്മളിൽ പലരും ഇപ്പോഴും നിരഞ്ജനെ കാണാനായി ജയിലിലേക്ക് പോകുന്ന ആ ആമിയുടെ അനാർക്കലിയിലായിരിക്കും അല്ലേ മനസ്സുറപ്പിച്ചിരിക്കുന്നത്. സ്റ്റിൽ ലാലേട്ടൻ്റെ ആ സീൻ നമ്മളെ ഹർട്ട് ചെയ്യുന്നുണ്ടാവുമല്ലോ. പക്ഷേ ആ സീനിൽ ആമി ധരിച്ചിരിക്കുന്ന വൈറ്റ് ഓർ ഐവറി കളറുള്ള അനാർക്കലി, എസ്പെഷ്യലി അതിൻ്റെ നെക്ക് ഡിസൈനും മാൻഡ്രിൻ കോളർ പ്ലസ് ഗോൾഡ് ഡീറ്റെയിലിംഗ്, ഗോൾഡൻ എംബ്രോയിഡറി വർക്ക് ബ്യൂട്ടിഫുള്ളി ചെയ്തിട്ടുണ്ട്. ക്ലൈമാക്സിലെ ആ സാരിയിലും കഥയുടെ ആ ബ്രില്യൻസ് കൊണ്ടുവന്നിട്ടുണ്ട്. അതെന്തായിരിക്കുന്നത് നിങ്ങൾ തന്നെ പറയൂ. ഈ കോസ്റ്റ്യൂംസിന്റെ പിന്നിൽ സതീഷനാണ്. ഈ സിനിമയുടെ കോസ്റ്റ്യൂം നിർവഹിച്ചിരിക്കുന്നത് അദ്ദേഹമാണ്. ഡയറക്ടർ സിബി മലയിൽ പറഞ്ഞ പോലെ മഞ്ജു വാര്യർ ധരിച്ചിരിക്കുന്ന കോസ്റ്റ്യൂം ഇപ്പോഴും അപ്ഡേറ്റഡ് ആണ്. എപ്പോൾ കണ്ടാലും അതിന് പഴമ തോന്നിക്കില്ല. ലേറ്റസ്റ്റ് ആണ്. അതെ, ഇപ്പോഴും അത് ട്രെൻഡിങ്ങിൽ തന്നെയാണ്. ആ സിനിമയും അതുപോലെയല്ലേ. എന്തായാലും റീ റിലീസിന് നിങ്ങൾ പോകുമ്പോൾ ഈ പറഞ്ഞൊന്നും മറക്കണ്ട. കൂടെ നിങ്ങൾ നോട്ട് ചെയ്ത കാര്യങ്ങളും നിങ്ങൾക്ക് ഇതിൽ ആരുടെ കോസ്റ്റ്യൂമാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടതെന്നും. പുതിയ വീഡിയോയുമായി വീണ്ടും വരാം. സോ അതുവരെ ബൈ ബൈ.